Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, Eta. Good evening. Good evening, ma'am. Good evening. ആരെങ്കിലും പ്രയർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടോ? പ്രയർ ആരെങ്കിലും റെഡിയാണോ പ്രയറിന്? കുറെ നാളായി നമ്മൾ പ്രയർ ഒക്കെ ചെയ്തിട്ടല്ലേ? ഉണ്ടോ? ഇല്ല. Good evening, ma'am. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എത്ര പേര് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു? ഞാൻ ചെയ്തു, മാം. ഞാനും ചെയ്തു, മാം. ഞാൻ ചെയ്തു, മാം. ഞാൻ ചെയ്തു, മാം. എല്ലാവരും ചെയ്തു? ഞാനും ചെയ്തു, മാം. ഓക്കെ, എല്ലാവരും ചെയ്തു. ഓക്കെ, ഞാൻ 18 പേരാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 18 പേരാണ്. അതിനകത്ത് 2 അസൈൻമെന്റ്സ് ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. പേരറിയില്ല ആരുടെയാണെന്ന്. 2 അസൈൻമെന്റ്സ് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ആരാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാ മുറയുടെ തിയറി, നീറ്റ് തിയറി? നിങ്ങൾ തന്നെ ചെയ്ത് 18 പേര് ചെയ്തിട്ടുണ്ട്. വലിയ കാര്യം തന്നെയാണ് കേട്ടോ. മാം, ഈ നീഡ് തിയറിയില് മറ്റേ 2 നീഡ് അല്ലാതെ വേറെ പ്രസ്സും തീമ എന്ന് പറഞ്ഞിട്ട് 2 കൂടി ഉണ്ടല്ലോ. അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണോ ഇതില്? അത് ആവശ്യമില്ല. ഇത് പ്രൈമറി നീഡ്സ്, പ്രൈമറി നീഡ്സ്, സെക്കൻഡറി നീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളതാണ് കേട്ടോ. അതെ, അത് മതി കേട്ടോ. ആരാണൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാ? എഴുതിയ ആളുകള് മുൻപോട്ട് വരിക കേട്ടോ. മാം, എനിക്കറിയുന്ന രീതിയിൽ ഒന്ന് പറയാം. മനസ്സിലായ രീതിയില് ഷോർട്ടായിട്ട്. Need theory was given by Henry Murray in 1938. If you have to give introduction about Henry Murray, he has done his bachelor's degree in history in 1915, and then he did a medical degree from Columbia in 1919, and then completed a doctorate in biochemistry from Cambridge 9 years later. Henry Murray's history is anything but a prerequisite for a career in psychology. So he gave primary attention to 3 central theoretical concepts that seems most accurately to reflect Murray's unique view of human beings, that is mainly need, press and thema.
So in that we are concentrating only on needs. What is need? Need is what drives people. So it is a hypothetical construct which stands for a force in the brain region. So which helps the human beings to instigate on a purpose. So for example, need for achievement or a need for a dominance. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു എയിമോ എന്തെങ്കിലും ഒരു ഡിസയർ ഉണ്ടെങ്കിൽ അത് നമ്മൾ സാധിച്ചെടുക്കുക. പിന്നെ ഹൗ മെനി നീഡ്സ് ആർ ദർ? സോ ഹി പ്രപ്പോസ്ഡ് മെയിൻലി എ ലിസ്റ്റ് ഓഫ് 12 viscerogenic needs that are also called psychological needs, and 28 psychogenic, that is non-physical needs, as the basis of human behavior. Physiological needs പറയുമ്പോൾ ഫുഡ്, എയർ, അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാൻ നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് നടക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെയാണ് ഫിസിയോജനിക് നീഡ്സ്. പിന്നെ നോൺ ഫിസിക്കൽ നീഡ്സ്, അതായത് സൈക്കോജനിക് നീഡ്സ് പറഞ്ഞാൽ 28 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കൈൻഡ്സ് ഓഫ് നീഡ്സ്, അഗെയിൻ മുറേ ഡെവലപ്പ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നീഡ്സ്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഈ പറഞ്ഞ വിസറോജനിക്കും സൈക്കോജനിക് നീഡ്സും. പിന്നെ സൈക്കോജനിക് നീഡ്സ് അതായത് സെക്കൻഡറി നീഡ്സ്, അത് പറഞ്ഞാൽ എന്താ വെച്ചാല് നമുക്ക് ഇപ്പോ നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യാണ്, നമ്മുടെ ഹെഡ് ഒരാളുണ്ടാവും. അപ്പോൾ അയാളിപ്പോ ഒന്നും ചെയ്യുന്നില്ല, ഓൺലി ഓർഡേഴ്സ് കൊടുക്കാണ് അയാളുടെ സബോർഡിനേറ്റ്സിന്. അപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് ആ പൊസിഷനിലേക്ക് എത്തണം, അപ്പോൾ എനിക്ക് വർക്ക് കുറവായിരിക്കും, എനിക്ക് എൻ്റെ സബോർഡിനേറ്റ്സിന് കൊടുത്താൽ മതി. അപ്പോൾ ആ റോളിൽ അല്ലെങ്കിൽ ആ സീറ്റിലേക്ക് എത്തണമെങ്കിൽ അയാൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് അതുപോലെ ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് സെക്കൻഡറി നീഡ്സ്. സോ ഫസ്റ്റ് ഇസ് വിസറോജനിക്, സെക്കൻഡ് ഇസ് സൈക്കോജനിക് നീഡ്സ്, ഓൾസോ കോൾഡ് സെക്കൻഡറി നീഡ്സ്. സോ വിസറോജനിക് പറയുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് വേണ്ട, ഫുഡ്, എയർ, അതുപോലെ യൂറിൻ. ഇപ്പൊ യൂറിൻ പോണെങ്കിൽ ബോഡി ഫങ്ഷൻ ചെയ്യുമ്പോഴല്ലേ യൂറിൻ ഒക്കെ പോണത്. അപ്പൊ അതൊക്കെയാണ് ഈ വിസറോജനിക് നീഡ്സിൽ വരുന്നത്. സോ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് പ്രോആക്റ്റീവ് നീഡ്സും റിയാക്റ്റീവ് നീഡ്സും. സോ ഈ പ്രോആക്റ്റീവ് നീഡ്സ് പറയണത് ദീസ് നീഡ്സ് ആർ അറൗസ്ഡ് ബൈ സം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് occurring within the person. For example, the need for food. So same like നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വിശക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഭക്ഷണം എടുത്ത് കഴിക്കും. അപ്പോ അല്ലെങ്കിൽ ദാഹിക്കുക. അപ്പൊ അതൊക്കെയാണ് പ്രോആക്റ്റീവ് നീഡ്സ്. നമുക്ക് എന്താണ് തോന്നുന്നതോ, നമ്മുടെ ബോഡി എന്താണ് പറയുന്നതോ അത് ചെയ്യണതാണ് പ്രോആക്റ്റീവ് നീഡ്സ്, നമ്മുടെ പ്രൈമറി ഫങ്ഷൻസ് നിറവേറ്റുക. പിന്നെ റിയാക്റ്റീവ് നീഡ്സ് ആണ്, ദീസ് നീഡ്സ് ആർ evoked by environmental stimuli. എക്സാമ്പിൾ, ദ നീഡ് ഫോർ അവോയ്ഡിങ് ഫ്രീസിങ് ടെമ്പറേച്ചർ. അതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് പോയി, അപ്പൊ നമ്മൾ പുറത്ത് പോകേണ്ടി വന്നാൽ നമ്മൾ ആ തണുപ്പുള്ള സ്ഥലത്തിന് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യുക? നമ്മളൊരു മഫ്ലർ ഇടും, അല്ലെങ്കിൽ ഒരു സ്വെറ്റർ ഇടും. നമ്മൾ അതിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക ഔട്ട്സൈഡ് എൻവിറോൺമെന്റിനെ? അതാണ് റിയാക്റ്റീവ് നീഡ്സ്. പിന്നെ തേർഡ് കൈൻഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഓവേർട്ട് ആൻഡ് കോവേർട്ട് നീഡ്സ് എന്ന് പറയുന്നത്. Overt needs are allowed free expression by society. For example, one can freely express their achievement, affiliation, order. ഇപ്പൊ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, നമ്മളിപ്പോ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ റൈറ്റ്സ് എന്തൊക്കെയാ അത് നമുക്ക് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്താവാൻ പോവാണെന്ന് പറയുമ്പോൾ ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, ഞാൻ ഇന്നാളാവാൻ പോവാണ്, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം ഇതാണ്. അത് നമ്മൾ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണതാണ് ഓവേർട്ട് നീഡ്സ്. പിന്നെ രണ്ടാമത് പറയുന്നത് കോവേർട്ട് അല്ലെങ്കിൽ ലേറ്റന്റ് നീഡ്സ്. സോ ദീസ് നീഡ്സ് ആർ നോട്ട് പെർമിറ്റഡ് ഓപ്പൺ എക്സ്പ്രഷൻ ബൈ ദ കൾച്ചർ. അപ്പൊ നമ്മൾ കൾച്ചറിനെ പേടിച്ചിട്ട് നമ്മൾക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല. അതാണ് ലേറ്റന്റ് നീഡ്സ് അല്ലെങ്കിൽ കോവേർട്ട് നീഡ്സ്. ഫോർ എക്സാമ്പിൾ, ഡിപ്പെൻഡിങ് ഓൺ സോഷ്യൽ നോംസ് ലൈക്ക് ആഗ്രഷൻ, സെക്സ്, succurrence could easily fall in this category.
ഇപ്പൊ നമുക്ക് ഓപ്പൺ ആയിട്ട് ഒരാളെ റേപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആഗ്രസീവ് ബിഹേവിയർ ഒരാളുടെ മേൽ കാണിക്കാൻ പറ്റില്ല നമ്മളിപ്പോ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ. അപ്പൊ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ആ കൾച്ചറിനെ നമ്മൾ എതിർത്ത് ചെയ്യണതാണ് കോവേർട്ട് അല്ലെങ്കിൽ ലേറ്റന്റ് നീഡ്സ്. അതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ ഓക്കെ പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ എഫക്റ്റ് നീഡ്സ്, മോഡൽ നീഡ്സ്. Affect needs are linked with some direct or specific goal state. For example, a student enrolled in a personality theory course is motivated towards some identifiable good, passing the course, fulfilling the requirement for graduation. അപ്പോൾ ഈ എഫക്റ്റ് നീഡ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു കോഴ്സിൽ ചേർന്നു, ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി ചേർന്നു, അപ്പൊ നമ്മുടെ അവിടെ മെയിൻ എയിം എന്താണ്, നമ്മൾ അൾട്ടിമേറ്റ് ഗോളാണ് അവിടെ എങ്ങനെയെങ്കിലും എനിക്ക് നല്ല മാർക്കോടെ ആ യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് എൻ്റെ മെയിൻ അച്ചീവ്മെന്റ്. അതാണ് എഫക്റ്റ് നീഡ്സ്. പിന്നെ പറയുന്നത് മോഡൽ നീഡ്സ്. മോഡൽ നീഡ്സ് ആർ ദോസ് ഇൻ വിച്ച് എക്സ്പീരിയൻസ്ഡ് സാറ്റിസ്ഫാക്ഷൻ ഇസ് പ്രസന്റ് ടു സം ഡിഗ്രി throughout the activity rather than linked only to its end results. നേരത്തെ പറഞ്ഞത് എഫക്റ്റ് നീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലി നമ്മുടെ അവിടെ കോളേജിൽ എന്തിനാ വന്ന, ആ യൂണിവേഴ്സിറ്റിയിൽ എന്തിനാ വന്ന, എനിക്ക് നല്ല മാർക്കോടെ പാസ്സാവണം, അതാണ് എഫക്റ്റ് നീഡ്. മോഡൽ നീഡ്സ് പറയുമ്പോൾ ആ കോളേജിൽ ത്രൂ ഔട്ട് നമ്മൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, എൻജോയ് ചെയ്തിട്ട് നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ മേ ബി ഇപ്പോൾ എനിക്ക് അവിടെ സ്പോർട്സ് നടക്കുമ്പോൾ സ്പോർട്സിൽ ജോയിൻ ചെയ്തിട്ട് അതിലെനിക്ക് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക, അല്ലെങ്കിൽ അവിടെ കൾച്ചറൽ ഈവെന്റ്സ് നടക്കുകയാണെങ്കിൽ അതിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഞാൻ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക. അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ് യു ആർ ഓൾസോ ആക്റ്റീവ്ലി എൻജോയിങ് ഇൻ കോ കരിക്കുലർ. അതാണ് മോഡൽ നീഡ്സ്. പിന്നെ how a personologist know when a particular need is operative in behavior. So എപ്പോഴാണ് ഈ നീഡ്സ് നമുക്ക് നമ്മുടെ ബിഹേവിയറിൽ കാണിക്കുക? First is the consequence or end result of the mode of behavior involved. For example, a college student with high need for achievement, he consistently get an A grade in the final papers. Second criteria is the kind of the pattern of the behavior involved. Example, the student thoroughly prepared for examinations, work hard in the lab or laboratory. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ നീഡിനെ നമ്മൾ ഇത് ചെയ്യുന്നത്? ഇപ്പോ ചിലവർക്ക് ഓൺലി എ ഗ്രേഡ് കിട്ടിയാൽ മതി ആ കോഴ്സിൽ, അതാണ് അവരുടെ മെയിൻ എയിം. സെക്കൻഡ് ക്രൈറ്റീരിയയിൽ എന്താ വെച്ചാൽ നമ്മൾ അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ലാബിലും ലൈബ്രറിയിലും അതിനെ കുറിച്ചിട്ട് റീസർച്ച് ചെയ്യുക, ലാബ് വർക്ക് ചെയ്യുക, നമുക്ക് ഡൗട്ട്സ് ഉള്ളത് പ്രൊഫസറിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക, അതൊക്കെയാണ് സെക്കൻഡ് ക്രൈറ്റീരിയയിൽ വരുന്നത്. Third criterion is the selective perception of and response to a group of circumscribed stimulus objects. Example, high need for achievement, students pay particular attention to important aspects of lecture, books, etc. ഇപ്പൊ നമ്മൾ ക്ലാസ് നടക്കുമ്പോൾ തന്നെ, ഇപ്പൊ നമ്മുടെ ടീച്ചറിന്റെ ക്ലാസ് നടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഡീവിയേറ്റ് ആയിട്ട് എന്തെങ്കിലും ടോപ്പിക്ക് സംസാരിക്കും. ചിലപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചു കുറച്ച് നമ്മൾ റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ ചെയ്യും. പക്ഷെ ചില സ്റ്റുഡൻസിന് അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്, അവർക്ക് അതൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവർക്ക് ഓൺലി ടീച്ചർ എന്തെങ്കിലും കോഴ്സ് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യും, അറ്റൻഷൻ ഉണ്ടാവും. അല്ലാത്ത കാര്യങ്ങൾ, ഈ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇൻട്രസ്റ്റ് ബാധിക്കില്ല, അപ്പൊ അവർ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കില്ല. അപ്പോൾ അതാണ് തേർഡ് ക്രൈറ്റീരിയൻ. പിന്നെ ഫോർത്ത് ക്രൈറ്റീരിയൻ ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് എ ക്യാരക്ടറിസ്റ്റിക് ഇമോഷൻ ഓർ ഫീലിംഗ്. Example, I want an A in this course, so much I can taste it. അപ്പോൾ എനിക്ക് ഫൈനലി ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് ജോയിൻ ചെയ്ത് ഈ യൂണിവേഴ്സിറ്റിക്ക് വന്നത്, അത് ഞാൻ അച്ചീവ് ചെയ്തു, നല്ല മാർക്കോടെ എനിക്കത് കിട്ടി, എനിക്കത് ടേസ്റ്റ് ചെയ്യാൻ പറ്റി ആ സക്സസ്. അതാണ് ഫോർത്ത് ക്രൈറ്റീരിയൻ. പിന്നെ ഫിഫ്ത്ത് ക്രൈറ്റീരിയൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അസോസിയേറ്റഡ് വിത്ത് ദ അറ്റൈൻമെന്റ് ഓഫ് എ സർട്ടൻ എഫക്ട് ഓർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ അസോസിയേറ്റഡ് വിത്ത് ദ ഫെയില്യൂർ ടു അറ്റൈൻ എ സർട്ടൻ എഫക്ട്. എക്സാമ്പിൾ, അറ്റൈനിങ് ആൻ എ should result in wow and feeling of satisfaction. Failure to attain the much wanted grade may result in expression of deep disappointment and dissatisfaction.
അപ്പൊ നമുക്കിപ്പോ എ ഗ്രേഡ് കിട്ടിയാല് എല്ലാവരും നമുക്ക് തന്നെ വാവ് ഞാൻ അച്ചീവ് ചെയ്തു എന്നൊരു തോന്നൽ വരും. അതേസമയം ഫെയില്യൂർ ആണെങ്കിൽ നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവും ലൈഫിൽ. അപ്പോ അതാണ് പറഞ്ഞിരിക്കുന്നത്. ജ്യോതിക്ക് മനസ്സിലായ കാര്യം ഇതാണ് അല്ലെ? അത് മോൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ ഓക്കെ. ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ആരെങ്കിലും നീറ്റ് തിയറി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? കുറെ പേരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അസൈൻമെന്റ്. ഒന്ന് ആരെങ്കിലും പറയാമോ? ആരാ പറയാ? ഭാവന? മാം ഞാൻ ചെയ്തില്ലായിരുന്നു, എന്റെ ഫോൺ പോയായിരുന്നു, അപ്പം എനിക്കത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. പിന്നെ നിസിയ ചെയ്തിട്ടുണ്ടോ? നിസിയ ചെയ്തിട്ടുണ്ടോ നീറ്റ് തിയറി? ചെയ്തിരുന്നു മാം. എങ്ങനെയാണ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ നീറ്റ് തിയറിനെ കുറിച്ചിട്ട്. ഒരാളൊന്ന് പറഞ്ഞിപ്പോ ജ്യോതി പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അതായത് കുറച്ചും കൂടി എന്താണ് സിമ്പിൾ ആയിട്ടൊന്ന് ആർക്കെങ്കിലും ഒന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്താണ് നീറ്റ് തിയറി? ആരുമില്ല? ആരിഫ? ആരും എന്താ മുന്നോട്ട് വരാത്തെ? ഇത് എല്ലാവർക്കും കൂടി ബാധകമായിട്ടുള്ള കാര്യമല്ല, എല്ലാവരോടും പറഞ്ഞതല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചെയ്തവർക്ക് അറിയാലോ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, അതിനകത്തെ കണ്ടന്റ് എന്തൊക്കെയാണ് വരുന്നത്, എന്താണ് അതിനകത്ത് പറയുന്നതെന്നൊക്കെ. ഒരാള് മുമ്പോട്ട് വരും കേട്ടോ. രമ്യ അരുൺ അസൈൻമെന്റ് ചെയ്തായിരുന്നോ? ചെയ്തു മാം. ഒന്ന് പറഞ്ഞേ മോളെ, എന്താണ് നീറ്റ് തിയറി എന്ന്? പറയാം മാം. ആ ഞാൻ എഴുതിയത് വായിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ സിമ്പിൾ ആയിട്ട്? മതി. സിമ്പിൾ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്താണ് നീറ്റ് തിയറി. മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ. Needs theory developed by Henry Murray is a crucial concept in understanding human behavior and motivation. The theory proposes that individuals are driven to fulfill various needs, which are hierarchically ranked. This hierarchy ranges from basic physical needs to self-actualization needs. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ബേസിക് നീഡ്സ് തൊട്ട് ലാസ്റ്റ് നമ്മൾ അറ്റൈൻ ചെയ്യുന്ന ആക്ച്വലൈസേഷൻ, അതായത് ഈ നമ്മുടെ എന്തൊക്കെയാ ഫിസിക്കൽ നീഡ്സ് ഫോർ സെക്യൂരിറ്റി, നീഡ്സ് ഫോർ ബിലോങ്ങിങ്സ്, നീഡ്സ് ടു ഫീൽ കോമ്പീറ്റന്റ്, ഇത് ഈ 4 നീഡ്സുകളിൽ കൂടി നമ്മൾ അറ്റൈൻ ചെയ്യുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇത് എല്ലാം കൂടി ചേർന്നാലേ നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ചൈൽഡ് ഫസ്റ്റ് ബേസിക്കലി ഡെവലപ്പ് ചെയ്യുമ്പം തൊട്ട് നമ്മളൊരു ഹ്യൂമൻ ബീയിങ്, ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നീഡ്സിലൂടെ നമ്മുടെ ഹെൻറി മുറെ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി അറിയാം എന്താണ് നമ്മുടെ ഷെൽട്ടർ, സ്ലീപ്പ്, ഫിസിക്കൽ സേഫ്റ്റി എല്ലാം അതിൽ വരും. നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആകുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് fundamental needs are physiological needs including food, water, shelter, sleep and physical safety. These needs are essential for survival and take priority over all others. അതായത് മറ്റെന്തൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ കുറെ നോളജ് ഉണ്ട്, കുറെ നമുക്ക് നല്ലൊരു ജോബ് കിട്ടി, പക്ഷെ നമുക്ക് നല്ല ഫുഡ് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ കഴിയുന്നില്ല, നമുക്ക് ഒരു നല്ല ഫീലിങ്സ് മറ്റുള്ളവരെ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഓരോ നീഡ്സും അറ്റൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള നീഡാണ് ഈ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. അത് എല്ലാത്തിന്റെയും ബേസ് ആണ്. അപ്പൊ ആ നീഡ് അറ്റൈൻ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള നീഡ് നമുക്ക് ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്ത് അതിനെ അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. സെക്കൻഡ് എന്ന് പറയുന്നത് സേഫ്റ്റി നീഡ്സ് ആണ്. ഈ ഷെൽട്ടർ, സ്ലീപ്പ്, ഫുഡ്, വാട്ടർ ഒക്കെ നമ്മൾ അറ്റൈൻ ചെയ്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ് ഫുൾഫില്ല് ചെയ്യുമ്പോൾ സെക്കൻഡ്ലി നമ്മൾ നോക്കിക്കാണുന്നത് അടുത്ത സേഫ്റ്റി നീഡ്സിലേക്കാണ്. വൺസ് physiological needs are met,
ഇൻഡിവിജ്വൽ സീക്ക് ടു ഫുൾഫിൽ സേഫ്റ്റി നീഡ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഫിസിയോളജിക്കൽ നീഡ്സ് എല്ലാം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇൻഡിവിജ്വൽ സീക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സേഫ്റ്റി നീഡ്സിനെ ബേസ് ചെയ്താണ്. സച്ച് ആസ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഫിനാൻഷ്യലായിട്ട് നമ്മൾ സെക്യൂർ ആവണം. ഫിനാൻഷ്യലായിട്ട് സെക്യൂർ ചെയ്താൽ മാത്രം പോരാ, പിന്നെ എന്ത് വേണം, നമുക്ക് ഹെൽത്ത് വേണം. ഹെൽത്ത് ഉണ്ടെങ്കിലേ നമ്മൾ ഫിനാൻഷ്യലി സെക്യൂരിറ്റി അനുഭവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നല്ല ഹെൽത്ത് ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഫിനാൻഷ്യലി സെക്യൂരിറ്റി ഉണ്ടായിട്ട് ഒരു കാര്യമില്ലല്ലോ. പിന്നെന്ന് പറയുന്നത് ആൻഡ് പേഴ്സണൽ സേഫ്റ്റി. ഈ ഫിനാൻസ് ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, പിന്നെ നമുക്ക് പേഴ്സണൽ ആയിട്ടൊരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഇത് രണ്ടും കൊണ്ട് ഒരു കാര്യമില്ല. അപ്പം ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ഹെൽത്തും പേഴ്സണൽ സേഫ്റ്റി എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ സേഫ്റ്റി നീഡ്സ് എന്ന് പറയുന്നത്. ദിസ് സെൻസ് ഓഫ് സ്റ്റെബിലിറ്റി ആൻഡ് പ്രഡിക്റ്റബിലിറ്റി പ്രൊവൈഡ്സ് എ ഫൗണ്ടേഷൻ ഫോർ ഫർദർ ഗ്രോത്ത്. ഈ സേഫ്റ്റി നീഡ്സ് ആയത് ഫിസിക്കൽ നീഡ്സ് നമ്മൾ അറ്റൈൻ ചെയ്തു, അതിലൂടെ നമ്മൾ സേഫ്റ്റി നീഡ്സ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ എന്തിനെ പ്രെഡിക്റ്റ് ചെയ്യും, അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫാമിലി ബേസ്, അതായത് ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ്. അതായത് ഇതെല്ലാം ഉണ്ടായാലും നമ്മൾ ഫാമിലി ബേസ് ആയിട്ടാണ് നമ്മൾ മനുഷ്യരാകുമ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻസ് കുറെ കൂടി കൊടുക്കും നമ്മുടെ റിലേഷൻഷിപ്പിനാണ്. ആ സേഫ്റ്റി നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ്, അതായത് നമ്മുടെ സേഫ്റ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ സീക്ക് ടു ഫുൾഫിൽ ഓർ പെർസ്യൂ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് ഇൻക്ലൂഡിങ് സോഷ്യൽ കണക്ഷൻസ്, റിലേഷൻഷിപ്പ്, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ നമ്മൾ ഈ സേഫ്റ്റി നീഡൊക്കെ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ പെർസ്യൂ ചെയ്യാന്ന് വെച്ചാൽ എന്തിൻ്റെ നമ്മൾ ഫോളോ ചെയ്യുന്നത്, എന്തിനാണോ നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ് സോഷ്യൽ കണക്ഷൻസ്, പിന്നെ നമ്മുടേതായിട്ടുള്ള ബിലോങ്ങിങ് നീഡ്സ്, അതായത് നമ്മുടെ ചുറ്റുമുള്ളവര്, പിന്നെ നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സൊസൈറ്റിയെ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ സൊസൈറ്റി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ഓരോ റിലേഷൻഷിപ്സ്, പിന്നെ നമ്മൾ ബേസിക്കായിട്ട് ഡെവലപ്പ് ചെയ്യും നമ്മുടെ ഫാമിലിയിലുള്ള ആ ഒരു കണക്ഷന്, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് എന്ന് പറയുന്നത്. ഈ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് എന്ന് പറയുന്നത് ദീസ് നീഡ്സ് ആർ ക്രൂഷ്യൽ ഫോർ ഇമോഷണൽ വെൽബീയിങ് ആൻഡ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. അതായത് ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള വെൽബീയിങ്. ഇപ്പം ഹെൽത്ത് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, ഫിസിക്കലായിട്ട് നമുക്കെല്ലാം അറ്റൈൻ ചെയ്തു എങ്കിൽ പോലെ ഇമോഷണലി നമ്മൾ അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു കാര്യവും നേടിയെടുക്കാൻ പറ്റില്ല. അപ്പം ആ ഇമോഷണൽ വെൽബീയിങ്ങിന് വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീം നീഡ്സ്. എക്സ്ട്രീം നീഡ്സ് ഇൻക്ലൂഡിങ് റെക്കഗ്നീഷൻ, അച്ചീവ്മെന്റ് ആൻഡ് റെസ്പെക്ട് become prominent as love and belonging needs are met. Individuals seek to build self-esteem and gain recognition from others. അതായത് നമ്മൾ ഈ ഫിസിക്കൽ നീഡ്സ് അറ്റൈൻ ചെയ്തു, പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സേഫ്റ്റി നീഡ്സ് അറ്റൈൻ ചെയ്തു, പിന്നെ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ്, ഈ മൂന്നിലൂടെയും നമ്മൾ എത്തി നിൽക്കുന്നത് ഈ എക്സ്ട്രീം നീഡ്സിലാണ്. അത് നമുക്ക് കൊണ്ടുതരുന്നതെന്ന് വെച്ചാൽ റെസ്പെക്റ്റ്, മറ്റുള്ളവരിൽ നിന്നും നല്ല റെസ്പെക്റ്റ്. അത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ എന്ത് കൊടുക്കുന്നു, നമ്മൾ എന്ത് അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നനുസരിച്ച് മാത്രമേ നമുക്ക് ഇങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്ക് ആണ് എപ്പോഴും. സ്നേഹമായാലും നമുക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആയാലും എല്ലാം നമുക്ക് ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പം അങ്ങനെയുള്ള സൊസൈറ്റിയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ലവും അതുപോലെ തന്നെ റെസ്പെക്റ്റും ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് എക്സ്ട്രീം നീഡ്സ് എന്ന് പറയുന്നത്. ഈ എക്സ്ട്രീം നീഡ്സ് നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. ദ ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ് ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഏറ്റവും ഹയസ്റ്റ് ലെവലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. വേർ ഇൻഡിവിജ്വൽ പെർസ്യൂ പേഴ്സണൽ ഗ്രോത്ത്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഫുൾഫില്ലിംഗ് ദെയർ പൊട്ടൻഷ്യൽ. ഇവിടെയാണ് നമ്മൾ എല്ലാം തിരിച്ചറിയുന്നത്, നമ്മുടെ എത്രമാത്രം നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പം എന്താണ് നമ്മൾ സൊസൈറ്റിയിൽ എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന കാര്യമാണ് എന്താ വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കും. പക്ഷേ ഒരു വുമൺ എന്ന നിലയിൽ നമ്മൾ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നമുക്ക് തരുന്നതല്ല. യഥാർത്ഥത്തിൽ വുമൺ എംപവർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുന്നതാണ്. ആക്ച്വലി നമ്മൾക്ക് വേണ്ടി എല്ലാവരും സംസാരിക്കാനേ കാണുള്ളൂ. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആ ഷാക്കിൾസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് നമ്മുടെ
നമ്മുടെ ബൗണ്ടറി നമ്മൾ തന്നെ തീരുമാനിക്കാതെ അതൊക്കെ ബ്രേക്ക് ചെയ്ത് പുറത്തു വന്ന് നമ്മൾ തന്നെ സൊസൈറ്റിയിൽ ഇറങ്ങി എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. പിന്നെ നമ്മുടെ ഉള്ളിൽ എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് അതനുസരിച്ച് നമ്മൾ സൊസൈറ്റിക്ക് എന്ത് കൊടുക്കാൻ പറ്റും. അപ്പം എപ്പോഴും നമ്മുടെ ഒരു ആഫ്രിക്കൻ ആഡേജ് ഒക്കെ ഉണ്ട്, ഒരു ബോയെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പം ആ ഒരു മെന്നിനെയാണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആസ് എ വുമൺ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പം ഫോർ എ വില്ലേജ് അല്ലെങ്കിൽ സൊസൈറ്റി എന്നാ പറയുന്നത്. അപ്പം ആ ഒരു സംഭവമൊക്കെ നമ്മൾ ഓർത്ത് നോക്കുമ്പം എന്താണ് ഇപ്പൊ ഇവിടെ നമുക്ക് പറയാം സെൽഫ് ആക്ച്വലൈസേഷൻ വരുമ്പോൾ നമുക്ക് വുമൺ എംപവർമെന്റ് ഒക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. അപ്പൊ ആ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ, നമ്മളെ തന്നെ തിരിച്ചറിയുക, നമ്മൾ എന്താണെന്ന് അറിയുക. വേർ ഇൻഡിവിജ്വൽ പെർസ്യൂ പേഴ്സണൽ ഗ്രോത്ത്, അവിടെയാണ് നമ്മൾ പേഴ്സണൽ ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്നത്. നമുക്ക് എത്രമാത്രം വളരാൻ പറ്റും, എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ ലേണിങ്ങിനുള്ള ഒരു അവസരം നമുക്ക് എല്ലാവരും ഒരുക്കി തരും. അതിലൂടെ നമ്മൾ പഠിച്ചിട്ട് ആ നോളജ് ഒക്കെ നമ്മളിങ്ങനെ വെക്കും. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരും, നമ്മൾ വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കുന്ന അത്ര എന്ത് ചെയ്യത്തില്ല, ഏണിങ്സ് ചിലപ്പോൾ കിട്ടൂല. അപ്പൊ നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ പൊട്ടൻഷ്യൽ എത്രയുണ്ട്, നമുക്ക് എവിടെ നല്ലതും കൊടുക്കാൻ പറ്റും, അപ്പൊ അവിടെ നമ്മൾ അത്രത്തോളം മികച്ചത് നമ്മൾ പെർഫോം ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി പ്രകടിപ്പിക്കേണ്ടടുത്ത് നമ്മൾ ക്രിയേറ്റിവിറ്റി പ്രകടിപ്പിക്കും. പിന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്യുക, നമ്മുടെ ഫുൾഫിൽമെന്റിന് വേണ്ടി നമ്മുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ അതെല്ലാം ഉപയോഗിക്കുക. ഇതൊക്കെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. ദിസ് നീഡ് ഈസ് ദ മോസ്റ്റ് അബ്സ്ട്രാക്ട് ആൻഡ് കോംപ്ലക്സ് റിക്വയറിങ് എ സെൻസ് ഓഫ് പർപ്പസ് ആൻഡ് മീനിങ്. അതായത് ഇത്രയും നീഡ്സ് നമ്മൾ നേടിയെടുത്താലും അതിനൊക്കെ ഒരു മീനിങ് കൊടുക്കുന്ന ഒരു നീഡാണെന്ന് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഇത്രയും നീഡ്സ് നമ്മൾ നേടിയെടുത്താലും എവിടെ എത്തണം, സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തണം, എന്നാലേ ആ നീഡ് കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്നാണ് ഹെൻറി മുറെ പറയുന്നത്. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ രമ്യ പറഞ്ഞത്? ക്ലിയർ ആയോ രമ്യ പറഞ്ഞത്? ഇത് ശരിക്കും ഹെൻറി മുറേസ് നീഡ്സ് തന്നെയാണോ? ഹെൻറി മുറയുടെ അതായത് അതിനകത്ത് വരുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് കുറെ കാര്യങ്ങൾ പേഴ്സണാലിറ്റി തിയറുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടാതെ ഈ ഒരു ആക്ച്വലൈസേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പലവരും സെർച്ച് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത്. കുറെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടാണ് ചെയ്തപ്പോ എനിക്ക് കണ്ടു. കുറച്ചും കൂടി ഹൈ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ ആരോട് ചോദിച്ചത്, സിമ്പിൾ ആയിട്ട് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് കേട്ടോ. ജ്യോതിയുടെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. കാരണം സെമിനാറിനൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക. ഓക്കെ അല്ല മാം, ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാല് ഇപ്പൊ ഈ കാണുന്ന ഇതിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഫിസിയോളജിക്കൽ നീഡ്സ്, നീഡ് ഫോർ സെക്യൂരിറ്റി, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ മാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ സെയിം പ്രൊപ്പോസൽ തന്നെയാണോ ഹെൻറി മുറെ പറഞ്ഞത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാല് കുറച്ച് കാര്യങ്ങളുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായി കൂട്ടി ഇതാക്കിയതാണ്. എന്ന് വെച്ചാല് കുറച്ച് കാര്യങ്ങൾ എബ്രഹാം മാസ്ലോ അയാളുടെ ഇതിൽ വരുന്നുണ്ട്. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ ഇത്ര ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെ, അതില് സെർച്ച് ചെയ്യുമ്പോൾ നീഡ്സിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ അബ്രഹാം മാസ്ലോ പറയുന്നതാണ് കൂടുതലും വരുന്നത്. ഹെൻറി മുറയുടെയും വേറെ നീഡ്സും അങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതാൻ വേണ്ടിട്ട് നിങ്ങൾ എഴുതുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ടുള്ള നിങ്ങൾക്ക് അസൈൻമെന്റ് തരുന്നത് അതിന് വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ. അപ്പൊ 18 പേരോളം അത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 എണ്ണമാണ് എൻ്റെ അടുത്ത് പ്രിന്റ് ഔട്ട് ഇരിക്കുന്നത്. ഇതൊന്ന് ഞാൻ വായിച്ചു നോക്കിയപ്പോ ഇതിനകത്ത് രണ്ട് പേരും 2 തരത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾക്ക് ജസ്റ്റ് ആ ഹെൻറി മുറയുടെ എന്താണ് ആ ഒരു നമ്മുടെ PDF കൊടുത്തിരിക്കുന്ന മാത്രം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. കൂടുതലായിട്ട് അതിനകത്ത് പറയുന്നില്ല. കൂടുതലും നീഡ് തിയറുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എബ്രഹാം മാസ്ലോയുടെ തിയറിയാണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയോ? നിങ്ങളെ എഴുതിപ്പിക്കാൻ നിങ്ങൾക്കൊരു വർക്ക് തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ക്ലിയർ ആണോ? എല്ലാവരും ചെയ്തിട്ടുണ്ട്, കഴിയുന്നത് എല്ലാവരും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിന്ന് അവിടുത്തെ ലാപ്ടോപ്പ് നോക്കിയപ്പോൾ എല്ലാവരുടെയും കണ്ടു. പിന്നെ ഒരു കുട്ടി വിളിച്ചെന്ന് പറഞ്ഞു സംശയം ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് സബ്മിറ്റ് ചെയ്യണമെന്ന് കേട്ടോ. അപ്പൊ ഒരുവിധ ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് എന്താണ് ഹെൻറി മുറയുടെ പേഴ്സണാലിറ്റി തിയറി എന്ന് നോക്കാം. അറിയാനായിട്ട് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് പേഴ്സണാലിറ്റി തിയറി എന്താണെന്ന്? യെസ് മാം. ഓക്കെ. അതായത് ഹെൻറി മുറെ പേഴ്സണാലിറ്റി തിയറിയാണ് മുൻപോട്ട് വെക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്ന 2 കാര്യങ്ങളുണ്ട്. നീഡ്സ് എന്ന് പറയുന്നത് 2 തരത്തിലാണ് ഉണ്ടാവുക, നമ്മുടെ ആവശ്യങ്ങള്. ഒന്നെന്ന് പറയുന്നത് ടെമ്പററി ആയിരിക്കുള്ളൂ. ഓക്കെ, ഒന്ന് പറയുന്നത് ടെമ്പററി ആയിരിക്കുള്ളൂ, മറ്റൊന്നെന്ന് പറയുന്നത് ഡീപ്ലി ആയിരിക്കുള്ളൂ, ഡീപ്പ് ആയിട്ടുള്ളതായിരിക്കുള്ളൂ. മീൻസ് അതൊരു പെർമനന്റ് ആയിട്ടുള്ള നീഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്തായിരിക്കും ടെമ്പററി നീഡ്സ് എന്ന് പറഞ്ഞാല്? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തായിരിക്കും ടെമ്പററി നീഡ്സ്? നമ്മുടെ താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാ? ജ്യോതിക്കൊന്ന് പറയാം. ഷോർട്ട് ടേം ഗോൾസ് അല്ലേ? ഇപ്പോ മേ ബി ഇപ്പൊ എനിക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അത് മേ ബി ഒരു ഷോർട്ട് ടേം ഗോൾ ആണ്, ഒരു ടെമ്പററി. പെർമനന്റ് ആയിട്ടുള്ളത് എനിക്ക് വേറൊരു എന്തെങ്കിലും ഒരു ഓൺടർപ്രനർഷിപ്പ് പോലെ ആവണം, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം, അതാണ് എന്റെ മെയിൻ ഒരു ഡ്രീം. അപ്പൊ അതൊരു ലോങ് ടേം ഗോൾ ആണ്. അപ്പൊ അതൊരു പെർമനന്റ് ഗോൾ ആണ് മനസ്സിൽ. അങ്ങനെയുണ്ട്, മനസ്സിൽ അങ്ങനെ ഉണ്ടല്ലേ? അതെ. ഇവിടെ ഹെൻറി മുറെ പറയുന്നത് ടെമ്പററി നീഡ്സ് എന്ന് പറയുന്നത് ചേഞ്ചിങ് നീഡ്സ് ആണ്. അതായത് ആ ഒരു ആവശ്യത്തിന് അധികം ആയുസില്ല, അതായത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും എപ്പോഴും. അതായത് ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രം നമ്മള് എന്താ പറയാ, ആ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ ആവശ്യപ്പെടുന്നതാണ് എന്ത് ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ടെമ്പററി നീഡ്സ്. ഇനി വേറെ തരത്തില് ഡീപ്ലി, അതായത് പെർമനന്റ് ആയിട്ടുള്ള ചില നീഡ്സ് ഉണ്ട്. അത് നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അപ്പൊ ജ്യോതി പറഞ്ഞതുമായിട്ട് ബന്ധമുണ്ട് അതിന്. ഞാനിപ്പോ 2 കാര്യങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും ബന്ധമുണ്ടോ ഞാൻ ജ്യോതി പറഞ്ഞത്? കണക്ഷൻ വരുന്നുണ്ടോ? ഇപ്പൊ എനിക്ക് ആ ഡ്രീം സാധിക്കണമെങ്കിൽ എനിക്ക് എന്റെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്, ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരണം. അപ്പൊ അതിന് മേ ബി ഒരു മാനിഫെസ്റ്റ് ചെയ്യണം. ഞാൻ എന്തൊക്കെ മാനിഫെസ്റ്റേഷൻസ് ആണ് എന്റെ മനസ്സിലുള്ളത്, അത് ഫോളോ ചെയ്യും. ഞാൻ വിചാരിക്കും രാവിലെ 4 മണിക്ക് നീട്ടിട്ട് തുടങ്ങണം എന്റെ ഡേ, പക്ഷെ അത് സാധിക്കുന്നില്ല. 6 മണി 6:30 ഒക്കെ ആവും. അപ്പൊ അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം, ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരണം, പ്രിൻസിപ്പൾസ് ഫോളോ ചെയ്യണം. അത് ഓക്കെ. അപ്പോ അതായത് ഇത് ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ടെമ്പററി നീഡ്സ്. അതായത് എനിക്ക് തോന്നിയ കാര്യമാണ് ഇപ്പൊ ഞാൻ പറയുന്നത്, അതായത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത്തേത് പറഞ്ഞത് പെർമനന്റ് ആയിട്ടുള്ള നീഡ്സ്. ഈ ടെമ്പററി നീഡ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എന്താണ്, അത് ചേഞ്ചിങ് ആണ്. ഓക്കെ, അതായത് നമ്മളിപ്പോ 2 വ്യക്തികളുമായിട്ട് ഡീപ്പായിട്ടുള്ള റിലേഷൻ സ്ഥാപിക്കുകയാണെങ്കിൽ, ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഫാമിലിയിലുള്ള ഒരു റിലേഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ ഒരു റിലേഷൻ എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മള് പെട്ടെന്നാണ് നമ്മൾ 2 പേര് തമ്മിൽ, 2 വ്യക്തികൾ തമ്മിൽ പരിചയപ്പെടുന്നത്. അവർ തമ്മിൽ നല്ല രീതിയിൽ എന്താണ് കുറെ കാലം മുന്നോട്ട് പോയി, നല്ല രീതിയിൽ മിങ്കിൾ ചെയ്തു, ഇന്ററാക്ട് ചെയ്തു, നല്ല രീതിയിൽ പോയി. ഓക്കെ, പെട്ടെന്നൊരു ദിവസം ആ വ്യക്തി നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ നമ്മളായിട്ട് കോണ്ടാക്ട് വെക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിനുള്ള കാരണം എന്തായിരിക്കും? നിങ്ങളൊന്ന് പറയാമോ അതിന്റെ റീസൺ എന്തായിരിക്കും എന്ന്? 2 വ്യക്തികൾ നല്ല രീതിയിൽ ക്ലോസ് ആയിട്ട് പോവുമായിരുന്നു, എന്തുകൊണ്ടായിരിക്കും പെട്ടെന്നൊരു ദിവസം ഒരാള് മാറിപ്പോകാനായിട്ട് കാരണം? തെറ്റിദ്ധാരണയായിരിക്കോ? ഓക്കെ, അതായത് 2 വ്യക്തികൾ തമ്മിലുള്ള റിലേഷനിൽ അതിനകത്ത് ഒരു വ്യക്തിക്ക് എന്താണ്, അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമാണ് മറ്റേ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രബിൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയുടെ എന്താ പറയാ സ്ട്രെസ് ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു സമയത്ത് എന്താ പറയാ വേറെ ആരും ഒരു ആശ്രയത്തിനില്ലാതെ വരുമ്പോൾ ഈ വ്യക്തിയുമായിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഉണ്ടാവുക? ആൾക്കൊരു മെന്റൽ റിലീഫ് ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു റിലീഫിന് വേണ്ടി മാത്രമാണ് ഇവര് തമ്മിൽ എന്താണ് ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായിരുന്നത്. ആ ഒരു ആവശ്യം കഴിയുമ്പോൾ, കാരണം ഇയാളുടെ ആ ഒരു എന്താ പറയാ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കഴിയുമ്പോൾ ഇയാൾക്ക് മറ്റേ വ്യക്തിയെ എന്തായിട്ട് വരുന്നില്ല, ആവശ്യമായിട്ട് വരുന്നില്ല.
ഇതാണ് എന്ത് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യമായിരുന്നു എന്ത് മറ്റേ വ്യക്തിയുടെ ആ ഒരു എന്താ പറയാ കെയറിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് കഴിയുമ്പോൾ എന്താണ് ആവശ്യം കഴിയുമ്പോൾ ആ വ്യക്തിയെ വേണ്ടാന്ന് വെക്കുക. ഇതൊരു ചേഞ്ചിങ് മെന്റാലിറ്റിയാണ്. ഓക്കെ, ആവശ്യത്തിന് മാത്രം മറ്റുള്ളവരെ ആശ്രയിക്കുക, ആവശ്യം കഴിഞ്ഞാല് അദ്ദേഹത്തെ എന്താ പറയാ വലിച്ചെറിയുക. ഇത് ടെമ്പററി നീഡ്സിൽ വരുന്ന ഒന്നാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാ. ആണോ? ആർക്കെങ്കിലും എതിരായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? ആരും തമ്പൊന്നും ഇല്ല, ശരിയാണല്ലേ? ഓക്കെ, ഇത് ടെമ്പററി ആയിട്ടുള്ള നീഡ്സ് ആണ് കേട്ടോ. ചേഞ്ചിങ് നേച്ചർ ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പെർമനന്റ് ആയിട്ടുള്ള ഡീപ്ലി ആയിട്ടുള്ള ഒരു ഇതിലോട്ട് വരാം. ആ ഒരു നീഡ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ജ്യോതി പറഞ്ഞതുപോലെ തന്നെ, അതായത് നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള നീഡാണത്. അതായത് ഇപ്പൊ നമുക്ക് ലൈഫ് ഗോൾ സെറ്റ് ചെയ്യുക, അതായത് നമ്മൾക്കൊരു ലക്ഷ്യം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്കിപ്പോ നല്ലൊരു, അതായത് ഈ ഒരു കോഴ്സ് എന്നല്ല, നിങ്ങളൊരു മോണ്ടിസോറി ടീച്ചർ ആവാനായിട്ട് പോകുന്ന ആളുകളാണ്. അതിനേക്കാൾ ഉപരി നിങ്ങൾക്കൊരു വലിയ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ നേച്ചർ തന്നെ എന്ത് ചെയ്യും? മാറ്റി മറിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ലക്ഷ്യം നിറവേറ്റാനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും അല്ലെ, നല്ല രീതിയിൽ എഫേർട്ട് ഇടും. അതായത് നിങ്ങൾ ഇന്നലെ വരെ എന്തായിരുന്നോ അത് മാറ്റിവെച്ചിട്ട് ഈ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കും. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്? പെർമനന്റ് അഥവാ ഡീപ്ലി നീഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സ്വഭാവം ഇതിലൂടെ രൂപപ്പെടും, അതായത് രൂപാന്തരപ്പെടും എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, ഇനി മുറയുടെ തിയറിയില് രണ്ട് പേഴ്സണാലിറ്റി, അതായത് പേഴ്സണാലിറ്റി തിയറിയുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രൈമറി നീഡ്സ് ആണ്, മറ്റൊന്ന് സെക്കൻഡറി നീഡ്സ് ആണ്. പ്രൈമറി നീഡ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ? എന്തൊക്കെയാ വരുന്നത് ജ്യോതി? പ്രൈമറി നീഡ്സിൽ എന്തൊക്കെയാ വരുന്നേ? ഫുഡ്, വാട്ടർ, നമ്മുടെ ബേസിക് നീഡ്സ്, എയർ, വാട്ടർ, ഫുഡ്. അതെ, ഫുഡ്, വാട്ടർ, അതുപോലെ തന്നെ ഷെൽട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് നമ്മുടെ പ്രൈമറി നീഡ്സിൽ. ഇതിനകത്ത് അതായത് മുറേ പറഞ്ഞ പ്രകാരമുള്ള പ്രൈമറി നീഡ്സിൽ വരുന്നത്. ഇനി സെക്കൻഡറി നീഡ്സ് എന്ന് പറഞ്ഞാല് ഇത് കുറച്ചും കൂടി എന്താണ് നമ്മുടെ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെക്കൻഡറി നീഡ്സ് നമ്മളെ സഹായിക്കുന്നത്. കൂടുതൽ ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ അച്ചീവ്മെന്റിനും വേണ്ടിയിട്ടാണ് സെക്കൻഡറി നീഡ്സ് മുറേ പറയുന്നത്. അതനുസരിച്ച് ഈ സെക്കൻഡറി നീഡ്സ് എന്ന് പറയുന്നത് പ്രൈമറി നീഡ്സിന്റെ അത്ര എന്തല്ല ഇമ്പോർട്ടന്റ് അല്ല. മീൻസ് അതായത് പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതായത് അതിജീവിക്കാൻ വേണ്ടി. അതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ഘട്ടത്തിലോട്ട് കടക്കുക. ഓക്കെ, അപ്പോ ഈ ഒരു സെക്കൻഡറി നീഡ്സിനെ കുറെ കാര്യങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മുറേ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നാണ് അംബീഷൻ നീഡ്സ്. ഓക്കെ, അംബീഷൻ നീഡ്സ് എന്തായിരിക്കും? എന്തിനു വേണ്ടിയിട്ടായിരിക്കും അംബീഷൻ നീഡ്സ് ഉണ്ടാവുക? അംബീഷൻ നീഡ്സ് അച്ചീവ്മെന്റ്, അച്ചീവ്മെന്റിനും അതുപോലെ തന്നെ റെക്കഗ്നൈസേഷൻ, അംഗീകാരത്തിനും വേണ്ടിയാണ് എന്ത്? അംബീഷൻ നീഡ്സ്. ഓക്കെ, അടുത്തത് എന്താ പറയാ? മെറ്റീരിയലിസ്റ്റിക് നീഡ്സ്. മെറ്റീരിയലിസ്റ്റിക് നീഡ്സ് എന്തായിരിക്കും? മെറ്റീരിയൽ സാധനങ്ങൾ, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒക്കെ നമ്മൾക്ക് വാങ്ങുന്നതിന് അപ്പൊ കാണുന്ന അല്ലെ, നമുക്ക് എന്താണ് പുറമേ കാണുന്ന ആ ഒരു എന്താ പറയാ ബ്യൂട്ടി കണ്ടിട്ട് നമ്മൾക്ക് എന്താ പറയാ ഒരു ആവശ്യം തോന്നുവാണ്, അതെനിക്ക് വേണം എന്നുള്ള ഒരു ഇത് തോന്നുവാണെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്? മെറ്റീരിയലിസ്റ്റിക് നീഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പവർ നീഡ്സ് ആണ്. ഓക്കെ, പവർ നീഡ്സ് ആണ്. പവർ നീഡ്സ് എന്തായിരിക്കും? പവർ നീഡ്സ് അധികാരം അല്ലെ? അധികാരം, അതായത് മറ്റുള്ളവരേക്ക് എന്താണ് മറ്റുള്ളവരിൽ ആധിപത്യം ഉറപ്പിക്കുക, അവരേക്ക് എന്താണ് ഒന്ന് ഷൗട്ട് ചെയ്ത് നിർത്തുക, അതൊക്കെ എന്താണ് ചിലവരിൽ എന്താണ് ആവശ്യങ്ങളായിട്ട് വരിക അല്ലെ? ഓക്കെ, ഇപ്പൊ അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഷൗട്ട് ചെയ്യില്ലേ? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാ? അവരെ നല്ല രീതിയിൽ വളർത്താനായി വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അതൊക്കെ എന്താണ് ഈ ഒരു പവർ നീഡ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അഫെക്ഷൻ നീഡ്സ് ആണ്. അഫെക്ഷൻ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അഫെക്ഷൻ നീഡ്സ് ഡെവലപ്പ് ചെയ്യുന്നു, റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അത് തന്നെ. ഓക്കെ, ഞാനൊന്ന് വായിക്കാം.
The affection needs are centered on our desire to love and be loved. One have a need for affection and seek out the company of other people. അത്രയും ഉള്ളൂ. ഓക്കെ, അത്രയും ഉള്ളൂ കേട്ടോ. അത്രയും ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ പറയൂ. അഫെക്ഷൻ നീഡ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് എന്താണ് ലവ് അല്ലെങ്കിൽ എന്താണ് റിലേഷൻ സ്ഥാപിക്കുക അല്ലെ. അതിലൂടെ എന്താണ് നമുക്ക് മാക്സിമം അല്ലെ നമ്മളെ വളരാനും നമ്മളെ ഗ്രോ ചെയ്യിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനുമുള്ള ആളുകൾ അല്ലെ. അങ്ങനെയുള്ളൊരു എന്താ പറയാ ഒരു നമ്മുടെ ആവശ്യം, നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ എന്ത് വേണം, ഈ ഒരു അഫെക്ഷൻ ആളുകളുമായിട്ട് ഉണ്ടായിരിക്കണം അല്ലെ. ധാരാളം സൗഹൃദ വലയങ്ങളുള്ള ആളുകൾക്ക് സങ്കടങ്ങൾ കുറവായിരിക്കും എന്നാണ് പറയുക. ഓക്കെ, സോ ഞാൻ പറയുന്നതല്ല, സൈക്കോളജിസ്റ്റ് പറയുന്നതാണ് കേട്ടോ. അങ്ങനെ അതായത് അവർ എപ്പോഴും എന്താണ് ഫ്രീ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. നല്ല രീതിയിലുള്ള സൗഹൃദ വലയങ്ങളുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും എന്താണ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യും. കുറച്ച് എന്താ പറയാ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവർ ചെയ്തു കൊടുക്കും. അപ്പൊ എന്താണ് നമ്മൾ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യണം, നമ്മൾ അവരുമായിട്ട് കൂട്ടുകൂടണം. എപ്പോഴും നമ്മൾ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാവുക. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ സൗഹൃദങ്ങൾ ഉള്ളത് നല്ലത് തന്നെയാണ്. സൗഹൃദങ്ങളെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു കൂട്ടം ആളുകളെ നമ്മൾ തെരഞ്ഞെടുക്കുക. ഓക്കെ, ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ഒരു വ്യക്തിയെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അയാള് ഒരു എന്താ പറയാ ഒന്ന് അപ്രത്യക്ഷമാകുകയോ അല്ലെങ്കിൽ എന്താണ് അയാൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാഞ്ഞു പോയാലോ എന്താണ് നമുക്ക് ആ ഒരു എന്താ പറയാ പെയിൻ എന്ന് പറയുന്നത് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. ഓക്കെ, നമ്മളെ തന്നെ അത് മാറ്റിമറിച്ചേക്കാം. ഓക്കെ, എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യരുത്, ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. മറിച്ച് പല പല സൗഹൃദങ്ങൾ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇനി അടുത്തത് ഇൻഫോർമേഷൻ നീഡ്സ് ആണ്. ഇൻഫോർമേഷൻ നീഡ്സിൽ എന്താണ് വരിക? ഇൻഫോർമേഷൻ നീഡ്സിൽ നോളജ് ഒക്കെ ഷെയർ ചെയ്യുന്നു. നോളജ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് അല്ലെ, അറിയാനുള്ള അവകാശമാണ് ഇൻഫോർമേഷൻ നീഡ്സിൽ വരുന്നത്. ഓക്കെ, അതായത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും എന്താണ് നമ്മൾ ബോധവാന്മാരായിരിക്കണം അല്ലെ. അതിനെക്കുറിച്ച് അറിയാനായിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അത് അറിയാനുള്ള ഒരു താല്പര്യവും അവകാശവും നമുക്ക് വേണം. അതിനെയാണ് ഇൻഫോർമേഷൻ നീഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് ഹെൻറി മുറയുടെ നീഡ് തിയറിയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ എല്ലാവരും എഴുതിയിരിക്കുന്നത് വ്യത്യസ്തമായിക്കോട്ടെ, യാതൊരു പ്രോബ്ലവും ഇല്ല. ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും നിങ്ങൾക്ക് അത് വായിച്ചിട്ട് എന്താണ് മനസ്സിലായത്, നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഏകദേശം ഒരു ധാരണ ഇതിനെക്കുറിച്ച് കിട്ടിയോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ, നിങ്ങളിത് വായിച്ചു നോക്കിയായിരുന്നോ? ഡെഫിസിറ്റ് നീഡ്സ്, ഗ്രോത്ത് നീഡ്സ് ഒക്കെ എബ്രഹാം മാസ്ലോയുടെ ഉണ്ടത്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആർക്കും ഓർമ്മയില്ലേ എബ്രഹാം മാസ്ലോയുടെ നീഡ്സ്? ജ്യോതിയുദയ്ക്ക് ഓർമ്മയില്ലേ എന്താണെന്ന്? ഡെഫിസിറ്റ് ഗ്രോത്ത് നീഡ്സ് എനിക്ക് ഓർമ്മയില്ല മാം. അത് ഇത് തന്നെയാണ് പറയുന്നത്. ഡെഫിസിറ്റ് നീഡ്സ്, ഗ്രോത്ത് നീഡ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാ പറയുന്നത്. അതായത് പ്രൈമറി നീഡ്സിനെയും അതുപോലെ തന്നെ സെക്കൻഡറി നീഡ്സിനൊക്കെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നതാണത് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഡെഫിസിറ്റ് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അത് പ്രൈമറി നീഡ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഗ്രോത്ത് നീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വളർച്ച ആവശ്യങ്ങൾ, അതായത് ഇപ്പോ എന്താ പറയാ കുറച്ചും കൂടി എന്താണ് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ശേഷം വരുന്ന ആവശ്യങ്ങളെയാണ് എന്ത് പറയുന്നത്? ഗ്രോത്ത് നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഇതിനകത്ത് അതായത് ഈ ഒരു ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ നമുക്ക് സമയമില്ല ഇത് പറയാൻ, ഇത് വായിച്ച് തീർക്കാനുള്ള, കാരണം 1 പേജ് മൊത്തം ഉണ്ട്. അപ്പൊ ഞാൻ അതിനകത്തുള്ള ഉള്ളടക്കം ഒന്ന് ചെറിയ രീതിയിൽ പറഞ്ഞു തരാം. ഓക്കെ, എല്ലാവരും റെഡിയാണോ? ഓക്കെ, ആദ്യം വരുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഓക്കെ, അതായത് എബ്രഹാം മാസ്ലോയുടെ തിയറി തന്നെയാണ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നുപോയവർക്ക് വേണ്ടിയിട്ട് വീണ്ടും പറയുവാണ് കേട്ടോ.
അതായത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് എന്ത് ഫിസിയോളജിക്കൽ നീഡ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അതായത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, പാർപ്പിടം, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, ജലം, അങ്ങനെയുള്ള ഉൾപ്പെടുന്ന ധാരാളം കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്, ഫിസിയോളജിക്കൽ നീഡ്സിൽ പറയുന്നത്. ഓക്കെ, പിന്നെ അത് കൂടാതെ ഇതിനകത്ത് പറയുന്നുണ്ട് ഫിസിയോളജിക്കൽ, അതായത് ഈ ഒരു പ്രൈമറി നീഡ്സിന് പുറമെ ആയിട്ട്, അതായത് നമ്മൾ പറഞ്ഞു വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, ഇതിന് പുറമെ എബ്രഹാം മോസ്ലോ ഒരു ക്ലാസിഫിക്കേഷനും കൂടി നടത്തിയിട്ടുണ്ട്. സെക്സ്വൽ നീഡ്സും എന്തായിട്ട് വരുന്നുണ്ട്, പ്രൈമറി നീഡ്സിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തേതാണ് സേഫ്റ്റി ആവശ്യങ്ങൾ, അല്ലെ, സുരക്ഷാ ആവശ്യങ്ങൾ. ഈ ഭക്ഷണം, പാർപ്പിടം, വെള്ളം മുതലായ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാല് അടുത്ത ഘട്ടത്തിലേക്ക് മനുഷ്യൻ നീങ്ങും, അല്ലെ. അതാണ് എന്ത് സുരക്ഷാ ആവശ്യങ്ങൾ അഥവാ സെക്കൻഡറി നീഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു എന്താ പറയാ അവന്റെ സുരക്ഷയാണ് എന്തിൽ നോക്കുന്നത്, ഈ ഒരു സേഫ്റ്റി നീഡ്സിൽ വരുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ മൃഗങ്ങളിൽ നിന്ന് ഉള്ള സംരക്ഷണം, അതുപോലെ തന്നെ വ്യക്തി പേഴ്സണൽ ആയിട്ടുള്ള സേഫ്റ്റി, ആരോഗ്യപരമായിട്ട് ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള സേഫ്റ്റി, അല്ലെങ്കിൽ എന്താണ് എന്താ പറയാ മാനസികമായിട്ടുള്ള സേഫ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ജോലി കണ്ടെത്തുക. ഓക്കെ, ജോലി കണ്ടെത്തുക, ഇൻഷുറൻസ് പോളിസി നേടുക, കുടുംബത്തോടൊപ്പം താമസിക്കാൻ സുരക്ഷിതമായ അയൽപ്പക്കം തിരഞ്ഞെടുക്കുക തുടങ്ങിയവയാണ് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സുരക്ഷാ ആവശ്യങ്ങളില് പ്രൈമറി നീഡ്സിന് പുറമെ ആയിട്ട് വ്യക്തിയുടെ സുരക്ഷയാണ് കൂടുതലും മുൻതൂക്കം കൊടുക്കുന്നത്. ഇവിടെ എന്താ പറയാ അതായത് എല്ലാ മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള ഒരു സേഫ്റ്റി, അതുപോലെ സമൂഹത്തിൽ നിന്ന് ഇപ്പോ എന്താ പറയാ ചീത്ത കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ അക്രമകാരികളായ വ്യക്തികളിൽ നിന്നുള്ള സുരക്ഷ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തി ജോലി കണ്ടെത്തുന്നതും ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതും കുടുംബത്തോടൊപ്പം താമസിക്കാൻ സുരക്ഷിതമായ അയൽപ്പക്കം കണ്ടെത്തുന്നതൊക്കെ എന്ത് തന്നെയാണ് സുരക്ഷാ ആവശ്യങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, രണ്ടാമത്തേതെന്ന് പറയുന്നത് സാമൂഹിക ആവശ്യങ്ങളാണ്. ഓക്കെ, സാമൂഹിക ആവശ്യങ്ങളാണ്, സോഷ്യൽ നീഡ്സ് എന്ന് പറയും. ഇതിനകത്ത് വരുന്നത് അതായത് ഈ ഒരു ഘട്ടത്തിലാണ് മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവന്റെ പെരുമാറ്റം, അതായത് സമൂഹവുമായിട്ട് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഇന്ററാക്ട് ചെയ്യുന്നത്, അവന്റെ എന്താ പറയാ ഒരു പെരുമാറ്റത്തിന്റെ രീതികളൊക്കെ സമൂഹത്തിനോട് കൂടുതൽ ഇന്ററാക്ട് ആയിട്ട് വരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ സൗഹൃദം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ കുടുംബത്തിന് കൂടുതൽ കുടുംബവുമായിട്ടുള്ള അഫെക്ഷൻ ഉണ്ടാകുന്നു, പിന്നെ ആളുകളുമായിട്ട് അതായത് റിലേഷൻ എന്താ പറയാ അഫെക്ഷൻസ് ഉണ്ടാകുന്നു, അല്ലെ. കുട്ടികളിൽ തന്നെ കൗമാരപ്രായക്കാരിൽ എന്താണ് ലവ്, അല്ലെ, അഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെ. അതായത് ടീനേജിന്റെ ഒരു പൊതുവേ ഉള്ള ഒരു നേച്ചറാണ് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു അഫെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ആളുകളുമായിട്ടുമുള്ള സൗഹൃദ വലയങ്ങള് സൃഷ്ടിക്കപ്പെടുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഓക്കെ, അടുത്തത് എന്താ പറയാ എസ്റ്റീം ആവശ്യങ്ങൾ എന്നാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് നാലാമത്തെ തട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു വ്യക്തി സ്നേഹത്തിനും സ്വാതന്ത്ര്യത്തിനും അവന്റെ സ്വത്വത്തിനും വേണ്ടിയിട്ടുള്ള അവന്റെ ആവശ്യം നിറവേറ്റപ്പെടുമ്പോഴാണ് ഈ ഒരു കാര്യം പൂർത്തിയാകുന്നത്. അതായത് സമൂഹത്തിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, എന്ന് പറയുന്നത് ഈ ഒരു മാസ്ലോ നിർദ്ദേശിച്ച പ്രകാരം ആവശ്യങ്ങളുടെ ശ്രേണിയുടെ അവസാനത്തെ തലമാണെന്ത് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്ന് പറയുന്നത്. അത് ഒരു വ്യക്തി അവന്റെ കഴിവിനനുസരിച്ച് എന്താ പറയാ അവന്റെ ആ ഒരു അവന്റേതായിട്ടുള്ള കഴിവും അവന്റേതായിട്ടുള്ള നോളജും കൊണ്ടൊക്കെ എന്താണ് പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു ഇതാണ് എന്ത് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തി എന്ന നിലയിൽ അവന്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു തലമാണെന്ത് ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നതാണ്. എന്നാലും എന്ത് ചെയ്യുക, ഒന്നും കൂടി വായിച്ച് ശരിക്കും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക.
ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഈ ഒരു അതായത് ഈ ഒരു എബ്രഹാം ഇതൊന്ന് വായിച്ചു നോക്കി, നോട്ട് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്ററുമായിട്ടാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കുറെ നാളുകളായി നമ്മളിങ്ങനെ നീക്കി കൊണ്ടുപോകുന്നു. ഇന്നാണ് അതൊന്ന് ഫൈനലിലേക്ക് എത്തിയത്. എങ്ങനെ തോന്നുന്നു ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെയാണ് ജ്യോതി ഈ ഒരു ചാപ്റ്ററിലൂടെ? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നീഡ്സിനെ കണ്ടെത്തുന്നത്, നമ്മുടെ ബേസിക് ആവശ്യങ്ങൾ എന്താണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ പോലെ സെക്കൻഡറി നീഡ്സ്, അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് സൊസൈറ്റിയിൽ പെരുമാറേണ്ടത്, എന്തൊക്കെ നമ്മൾ സൊസൈറ്റീനെ മനസ്സിലാക്കുന്നു, നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിനെ എൻവിറോൺമെന്റിനെ ഒക്കെ മനസ്സിലാക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോ ഈ പറഞ്ഞ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് നമ്മുടെ മെയിൻ ഒരു പൂർണ്ണതം എന്താ പറയാ എത്തുന്നത്. അപ്പോ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ തന്നെ മാറ്റിയെടുക്കുക. അതാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ? ഓക്കെ, ഈ ഒരു ചാപ്റ്റർ പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? യെസ് മാം, റിയലി ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, നമ്മളിത് കുട്ടികളുമായിട്ട്, അതായത് നമ്മൾ കൂടുതൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ളത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അതായത് കുട്ടികളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് അറിയാം നമുക്ക് എന്തല്ല പ്രൈമറി നീഡ്സ്, അവരുടെ ആദ്യത്തെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഫുഡ്, വാട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യത്തേതിൽ വരിക. രണ്ടാമത്തേതിൽ വരുമ്പോൾ സേഫ്റ്റി ആവശ്യങ്ങൾ വരും അല്ലെ, അവർക്ക് സുരക്ഷ. മൂന്നാമത്തേത് പറയുമ്പോൾ അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് കഴിയണം. മൂന്നാമത്തേതിലാണ് അഫെക്ഷൻ ആയിട്ട് വരിക അല്ലെ, അതായത് എന്താ പറയാ സ്നേഹം അല്ലെങ്കിൽ കെയർ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് കുഞ്ഞുങ്ങളെ നമ്മള് അവരുടെ വികാരങ്ങള് മീൻസ് അവരുടെ ഇമോഷൻസ് അത് നമുക്ക് ഫീൽ ചെയ്യണം, അതായത് നമ്മളത് കാണാനായിട്ട് ശ്രമിക്കണം. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില പാരന്റ്സ് ഉണ്ട്, അവര് ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോവുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ പോവുമല്ലോ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പൊ കുഞ്ഞിനെ അവരുടെ മുമ്പിൽ തന്നെ വെച്ച് വഴക്ക് പറയുന്ന പാരന്റ്സ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വഴക്ക് പറയുന്ന കുട്ടികൾക്ക് എന്താ പറയാ, ചിലപ്പോ ആ നേരത്തെ അവര് ചിലപ്പോ അത് പ്രതികരിച്ചെന്ന് വരില്ല. ചില കുഞ്ഞുങ്ങളുടെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ചില കുഞ്ഞുങ്ങള് വെറുതെ എന്താണെന്ന് സ്മൈല് ചെയ്യുകയോ അല്ലെങ്കിൽ യാതൊരു ഇമോഷനും ഇല്ലാതെ അവിടെ നിൽക്കുകയോ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവരുടെ മനസ്സിന് അത് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങള് എന്താണ് ഈ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കൂട്ടി അതായത് ആ വികാരങ്ങളൊക്കെ ആ ഇമോഷൻസ് ഒക്കെ കൂട്ടി വെച്ചുകൊണ്ട് എന്താവും ഒരു ദിവസം പൊട്ടിത്തെറിക്കുന്ന ഒരു എന്താ പറയാ ആ ഒരു മൊമെന്റ് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങളുടെ ഫീലിങ്സ് നമ്മൾ തിരിച്ചറിയണം. അവന്റെ ഇമോഷൻസ് എന്താണ്, അവൻ എങ്ങനെയാണ്, അവന്റെ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവന് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് അവന്റെ പ്രൈമറി നീഡ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാ പാരന്റ്സും അങ്ങനെ തന്നെയാണ് അല്ലെ, പ്രൈമറി നീഡ്സിന് യാതൊരു മുടക്കം അവർ വരുത്താതില്ല. കാരണം എന്താ, അവരുടെ കുഞ്ഞുങ്ങളാണ്, ആ കാര്യങ്ങൾ അവർക്ക് കിട്ടിയിരിക്കണം. അതിന് പുറമെ അവർ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ കൂടിയാണ്. അപ്പൊ നമ്മൾ അവരുടെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം. ഓക്കെ, അതും അവരുടെ നീഡ്സിൽ വരുന്ന ഒന്നാണ്. അവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത്, അവരുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ കൂടുതൽ കുട്ടികൾ ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലെ, ഭയങ്കരമായിട്ട് വിഷമം അനുഭവിക്കും ഈ ഒരു ഇതിന്റെ പേരില്. അതായത് അച്ഛനും അമ്മയും തങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ചീത്ത വിളിക്കുന്നു. അച്ഛനമ്മയ്ക്കും ചിലപ്പോൾ എന്താണ് ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ ഷൗട്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കളിയാക്കൽ രൂപേണ. അതുപോലെ തന്നെയാണ് കുട്ടികളെ ഒരു കാരണവശാലും കളിയാക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ ഹെൽത്ത് കെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി തടിയനാണെന്ന് പറഞ്ഞിട്ട് എന്താണ് തടിയാന്ന് ഒരിക്കലും കുട്ടികളെ വിളിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ എന്താ പറയാ ചീത്ത വാക്കുകൾ, മൃഗങ്ങളുടെയൊക്കെ പേരുകൾ വെച്ചുള്ള വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇതൊക്കെ കുട്ടികളില് എന്തുണ്ടാക്കും, കുട്ടികൾ അന്നേരത്ത് പറയില്ല കേട്ടോ,
നമ്മളോട് അന്നേരത്തെ കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്തിനാണ് അങ്ങനെ വിളിച്ചത്, എന്താണ് അങ്ങനെ, എന്തുകൊണ്ടാണ് അത് വിളിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ എന്തിനാണ് എന്ന് പറഞ്ഞ കുട്ടികൾ അങ്ങനെ പിന്നീട് നമ്മളൊരു മൊമെന്റില് അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കുഞ്ഞ് നമ്മളോട് ഇത് പറയാ. നമ്മൾ ചിലപ്പോൾ അത് മറന്നു പോയിട്ടുണ്ടാകും, പക്ഷെ കുഞ്ഞത് ഓർത്തിരിക്കുന്നുണ്ടാകും. അപ്പോ കുഞ്ഞുങ്ങളുടെ ഫീലിങ്സിന് ഈ ഒരു നീറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ഫീലിങ്സ്, അവരുടെ അഫെക്ഷൻ, അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതൽ എന്ത് കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. കുഞ്ഞിനെ നമ്മൾ ഒരു ഫ്രണ്ട്ലി രീതിയിലൂടെ എന്ത് ചെയ്യുക, വളർത്താനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം. കാരണം അവന് നമ്മളെക്കാൾ, അതായത് പുറത്തു നിന്നുള്ള ആളുകളെക്കാളും എപ്പോഴും നല്ലത് നമ്മൾ ഫാമിലിയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്, അല്ലെ? നമ്മളിൽ നിന്ന് സ്നേഹം കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് കെയർ കിട്ടാത്തത് കൊണ്ടോ ആയിരിക്കും അവൻ പുറത്തെ ആളുകളെ ആശ്രയിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആശ്രയിക്കുന്നത് മൂലം ചിലപ്പോ അന്നേരത്തെ അവൻ എന്താണ്, ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് വരാം. പക്ഷെ അത് ടെമ്പററി ആണ്, പെർമനന്റ് അല്ല. ഓക്കെ, ഇനി ആ ഒരു വ്യക്തി പോയി കഴിഞ്ഞാല് ആ കുഞ്ഞിന് എന്തോരം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോഴാണ് കുഞ്ഞുങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങള് കുഞ്ഞുങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ, അത് ബോയ് ആയിക്കോട്ടെ ഗേൾ ആയിക്കോട്ടെ, കൂടുതലായിട്ട് കുഞ്ഞുങ്ങളെ അടുത്തറിയാനായിട്ട് ശ്രമിക്കുക. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ കുഞ്ഞിനെ എന്ത് ചെയ്യുക, ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ തന്നെ അവൻ നല്ലൊരു കുട്ടിയായിട്ട്, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു കുട്ടിയായിട്ട് എന്ത് വളരും, ആ കുഞ്ഞ് വളർന്നു വരികയും സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുകയും അതുപോലെ തന്നെ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ പൂർണ്ണതയിലേക്ക് എത്തുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ആരെങ്കിലും ആക്ഷൻ സോങ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടോ? റോൾ പ്ലേയോ ആക്ഷൻ സോങ്ങോ? നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്. ലിൻഡോ എൽദോസ് ചെയ്തിട്ടുണ്ടോ? ലിൻഡ? കൈ പൊക്കി, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ആർക്കും ഇല്ല? ആരും ചെയ്യുന്നില്ല? കഴിഞ്ഞ ക്ലാസ്സിലും ഉണ്ടായിരുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ആരാ ചെയ്യുന്നേ? ആരെങ്കിലും ഒരാള് പറഞ്ഞേ, ആരാ അടുത്ത ക്ലാസ്സിൽ ചെയ്യാ? ജിത അനിൽകുമാർ ചെയ്യോ ആക്ഷൻ സോങ്? ജിത? ആരിഫ? ഒരു ആക്ഷൻ സോങ് അടുത്ത ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരുമോ? ചെയ്യാട്ടോ, ഞാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്റർ ഒന്ന് വൈൻഡപ്പ് ചെയ്തു. ഇനി നമ്മൾ പുതിയ ചാപ്റ്ററുമായിട്ടാണ് കാണുക. ഓക്കെ ഓക്കെ, നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Okay, ma'am. Good Thank you, night, ma'am. ma'am. Good night. Thank you. Thank you, ma'am. Thank you, ma'am.